വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പുതിയ ജോബിനുള്ള നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. Central Pollution Control Board is a statutory organization under Ministry of Environment, Forest and Climate Change, entrusted with the power and functions under the water, prevention and control of pollution. Functions under the Water, Prevention and Control of Pollution Act 1974 and Air Prevention and Control Pollution Act 1981. Online applications are invited from the eligible candidate for direct recruitment for various posts on regular basis for open competition. The commencement of the commencement date and the last date for submission of applications are mentioned under the table. Date of commencement 7/4/2025. 7 April 2025. Last date for submission of application 28 April 2025. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് 7/4/2025 മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് അവസാന തീയതി വരുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷന്റെ അവസാന തീയതി വരുന്നത് 28/4/2025. Note: in case due to administrative reason, the last date of application has to be extended. The crucial or cut-off date determining eligibility shall remain same, that is 28/4/2025. Details of the post given below. Post number 1, Scientist B, level 10 in pay matrix 56,100 up to 1,77,500. Number of post വരുന്നത് number of post SCST 3, ST 1, OBC 7, EWS 1, unreserved 10. Total vacancies 22. Upper age limit 35 years. ആദ്യത്തെ തസ്തിക വരുന്നത് സയന്റിസ്റ്റ് ബി തസ്തികയാണ്. ലെവൽ 10 ആണ്. പേ മെട്രിക്സ് വരുന്നത് 56,100 മുതൽ 1,77,500 വരെയാണ് പേ മെട്രിക്സ് വരുന്നത്. SC കാറ്റഗറിക്ക് 3 വേക്കൻസിയും ST കാറ്റഗറിക്ക് 1 വേക്കൻസിയാണ്. OBCക്ക് 7 വേക്കൻസി ഉണ്ട്. EWSന് 1 വേക്കൻസി ഉണ്ട്. അൺറിസർവ്ഡ് 10 വേക്കൻസിയുണ്ട്. അങ്ങനെ ടോട്ടൽ 22 വേക്കൻസിയിലേക്കാണ് സയന്റിസ്റ്റ് ബി തസ്തികയിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സാണ്. അസിസ്റ്റന്റ് ലോ ഓഫീസർ ലെവൽ 7 in the pay matrix 44,900 up to 1,42,400. 1 vacancies in unreserved category. Total vacancy 1 ആണ്. Total number of vacancy 1. Upper age limit 30 years. അസിസ്റ്റന്റ് ലോ ഓഫീസർക്ക് 1 വേക്കൻസി ആണുള്ളത്. അത് അൺറിസർവ്ഡ് ആണ്. ടോട്ടൽ വേക്കൻസി 1 ആണ് ഉള്ളത്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. Senior Technical Officer level 7 in the pay matrix 44,900 up to
1,42,400. Total 2 vacancies ആണ്. Unreserved 2. Upper age unit 30 years. Senior technical supervisor തസ്തികയിൽ പേ സ്കെയിൽ വരുന്നത് 44,900 മുതൽ 1,42,400 വരെയാണ്. അൺറിസർവ്ഡ് ആണ്. അൺറിസർവ്ഡിൽ കാറ്റഗറി 2 വേക്കൻസിയാണുള്ളത്. ആകെ ഒഴിവും 2 ഏജ് അപ്പർ ഏജ് ലിമിറ്റ് 30 വയസ്സ്. സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ലെവൽ 6 ഇൻ ദി പേ മെട്രിക്സ് 35,400 up to 1,12,400. Number of post ST 1 vacancy, OBC 1 vacancy, EWS 1 vacancy, unreserved 1 vacancy. Total vacancies 4. Upper age limit 30 years old. Scientific assistant തസ്തികയിൽ ST കാറ്റഗറിയിൽ 1 വേക്കൻസി, OBC കാറ്റഗറിയിൽ 1 വേക്കൻസി, EWS കാറ്റഗറിയിൽ 1 വേക്കൻസി, അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 1 വേക്കൻസി. അങ്ങനെ ആകെ 4 വേക്കൻസിയാണുള്ളത്. ഏജ് ലിമിറ്റ് പ്രായപരിധി വരുന്നത് 30 വയസ്സാണ്. സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള സാലറി സ്കെയിൽ വരുന്നത് 35,400 മുതൽ 1,12,400 വരെയാണ്. ടെക്നിക്കൽ സൂപ്പർവൈസർ അത് ലെവൽ 6 ആണ്. ഇൻ ദി പേ മെട്രിക്സ് ലെവൽ 6 ഇൻ പേ മെട്രിക്സ് 35,400 up to 1,12,400. SC category 1 vacancy, OBC category 1 vacancy, EWS category 1 vacancy, unreserved 2 vacancy. Total vacancies 5. Upper age limit 30 years. Technical supervisor തസ്തികയുടെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 35,400 മുതൽ 1,12,400 വരെയാണ്. SC കാറ്റഗറിയിൽ 1 വേക്കൻസി ഉണ്ട്. OBC കാറ്റഗറി 1 വേക്കൻസി ഉണ്ട്. EWS കാറ്റഗറി 1 വേക്കൻസി ഉണ്ട്. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 2 വേക്കൻസി ഉണ്ട്. അങ്ങനെ ആകെ 5 വേക്കൻസിയാണുള്ളത്. പ്രായപരിധി 30 വയസ്സ് വരെയാണ്. Assistant level 6 pay in the pay matrix 35,400 up to 1,12,400. OBC category 2 vacancy, EWS category 1 vacancy, unreserved 1 vacancy. Total vacancy 4. Upper age limit 30 years. അസിസ്റ്റന്റ് തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ട്. 4 വേക്കൻസിയാണ് ആകെ ഒഴിവുകൾ വന്നിരിക്കുന്നത്. EWS കാറ്റഗറിയിൽ 1 വേക്കൻസിയും, OBC കാറ്റഗറി 2 വേക്കൻസിയും, അൺറിസർവ്ഡ് കാറ്റഗറി 1 വേക്കൻസിയാണുള്ളത്. അങ്ങനെ ആകെ 4 വേക്കൻസിയാണുള്ളത്. ഉയർന്ന പ്രായപരിധി 30 വയസ്സ് വരെയാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 35,400 മുതൽ 1,12,400 വരെയാണ്. Accounts assistant level 6 in the pay matrix 35,400, 1,12,400. OBC category 1 vacancy, unreserved category 1 vacancy. Total vacancy 2. Upper age limit 30 years. Junior translator level 6 in the pay matrix, unreserved category 1 vacancy, total vacancy 1. 30 years ആണ് upper age limit. Senior draftsman
ലെവൽ 6 തന്നെയാണ് പേ മെട്രിക്സ് വരുന്നത്. അൺറിസർവ്ഡ് കാറ്റഗറി ഒരു വേക്കൻസി ഉണ്ട്, 30 വയസ്സാണ് പ്രായപരിധി. ജൂനിയർ ടെക്നീഷ്യൻ ലെവൽ 4 പേ മെട്രിക്സ് 25,500 up to 81,100. OBC 1 vacancy, unreserved EWS 1 vacancy, unreserved vacancy ഇല്ല. ടോട്ടൽ വേക്കൻസി 2 ആണ്. ഏജ് ലിമിറ്റ് ബിറ്റ്വീൻ 18 and 27 years. ജൂനിയർ ടെക്നീഷ്യൻ ലെവൽ 4 കാറ്റഗറി വരുന്നതാണ്. സാലറി സ്കെയിൽ വരുന്ന 25,500 മുതൽ 81,100 വരെയാണ്. അതിൽ OBCക്ക് ഒരു വേക്കൻസിയും EWSന് ഒരു വേക്കൻസി ആണ് ഉള്ളത്. അങ്ങനെ ആകെ 2 വേക്കൻസി ആണുള്ളത്. ഏജ് ലിമിറ്റ് 18-നും 27-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സീനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് ലെവൽ 4 ആണ്. പേ മെട്രിക്സ് pay matrix level 4 in pay matrix 25,500 up to 81,100. AC 1 vacancy, unreserved 1 vacancy, total 2 vacancy. Age limit 18 and 27 years, between 18 and 27 years. അപ്പർ ഡിവിഷൻ ക്ലർക്ക് ലെവൽ 4 ആണ്. പേ മെട്രിക്സ് 25,500 up to 81,100. AC 2 vacancy, OBC 2 vacancy, total unreserved 4 vacancy, total 8 vacancy. Age limit between 18 up to 27 years. Data entry operator grade 2 level 4. Junior laboratory assistant level 2 ആണ്. ജൂനിയർ ടെക്നീഷ്യൻ ലെവൽ 4 പേ മെട്രിക്സ് 25,500 മുതൽ 81,100 വരെ. OBC ഒരു വേക്കൻസി, EWS ഒരു വേക്കൻസി, അങ്ങനെ ആകെ 2 വേക്കൻസി. സീനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് 25,500 മുതൽ 81,100 വരെ. AC ഒരു വേക്കൻസി, അൺറിസർവ്ഡ് ഒരു വേക്കൻസി, അങ്ങനെ ആകെ 2 വേക്കൻസി. ഏജ് ലിമിറ്റ് 18-നും 27-നും ഇടയിൽ. അപ്പർ ഡിവിഷൻ ക്ലർക്ക് SC കാറ്റഗറിയിൽ 2 വേക്കൻസി, OBCയിലെ 2 വേക്കൻസി, അൺറിസർവ്ഡ് 4 വേക്കൻസി, ടോട്ടൽ 8 വേക്കൻസി. ഏജ് ലിമിറ്റ് ബിറ്റ്വീൻ 8 to 27 years. അപ്പർ ഡിവിഷൻ ക്ലർക്ക് ലെവൽ 4 പേ മെട്രിക്സ് 25,500 up to 81,100. 2 vacancies for SC category, 2 vacancies for OBC category, unreserved 4 vacancy, total vacancy 8. Data entry operator grade 2 level 4 pay matrix 25,500, 81,100. Unreserved 1 vacancy, total vacancy 1 ആണ്. ഏജ് ലിമിറ്റ് 18-നും 27-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഏജ് ലിമിറ്റ് 18, between 18 and 27 years. Stenographer grade 2 level 4 in pay matrix 25,500 up to 81,100. Unreserved category 3 vacancy, total vacancy 3
Age limit between 18 and 27 years. Junior laboratory assistant level 2 pay matrix 19,900 up to 60,200. OBC 1 vacancy, underserved 1 vacancy, total vacancy 2. Age limit between 18 and 27 years. Junior laboratory assistant സ്കെയിൽ വരുന്നത് ലെവൽ 2 ആണ്. പേ മെട്രിക്സ് 19,900 മുതൽ 63,200 വരെ. OBCയിൽ നിന്ന് ഒരു വേക്കൻസിയും അൺറിസർവ്ഡിൽ നിന്ന് ഒരു വേക്കൻസിയും, അങ്ങനെ ആകെ 2 വേക്കൻസിയാണ്. ഏജ് ലിമിറ്റ് 18-നും 27-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ലോവർ ഡിവിഷൻ ക്ലർക്ക് ലെവൽ 2 ഇൻ പേ മെട്രിക്സ് 90,900 up to 63,200. SC 2 vacancies, unreserved 3 vacancies, total vacancies 5. Age limit between 18 and 27 years. Field assistant level 1 in pay matrix 18,000 up to 56,900. Unreserved vacancy 1, total vacancy 1, between 18 to 27 years. Multitasking staff level 1 in pay matrix 18,000 up to 56,900. EWS 1 vacancy, unreserved 2 vacancy, total 3 vacancy, between 18 and 27 years. ലോവർ ഡിവിഷൻ തസ്തികയിലേക്ക് SC കാറ്റഗറിക്ക് 2 വേക്കൻസിയും അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 3 വേക്കൻസിയാണ് ഉള്ളത്. ടോട്ടൽ 5 ആണ്. ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയ്ക്ക് അൺറിസർവ്ഡിൽ 1 വേക്കൻസിയേ ഉള്ളൂ. അങ്ങനെ ടോട്ടൽ 1 വേക്കൻസിയാണുള്ളത്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൽ EWSയിൽ 1 വേക്കൻസി, അൺറിസർവ്ഡിൽ 2 വേക്കൻസിയും, ആകെ 3 വേക്കൻസിയാണ് ഉള്ളത്. Out of 22 posts of scientist B, 2 posts are reserved for persons with benchmark disabilities PWBD. Of the 2 posts reserved for PWD category, 1 post is reserved for candidate belonging to PWBD category, locomotor disability OL, BL, OA, including leprosy card OA, OL, BL. Cerebral palsy, dwarfism, acid attack victims and muscular dystrophy. റിസർവേഷൻ ഉണ്ട്. ഓരോ കാറ്റഗറിയിലുള്ള റിസർവേഷൻ ചെക്ക് ചെയ്യുക. Note 2. There is no upper age limit in respect of officers already working in the Central Pollution Control Recruitment Board. There shall be no upper age limit in respect of officers already working in the Central Pollution Control Board for the post of Scientist B. Out of 4 posts of Senior Scientific Assistant, 1 post is reserved for candidate belonging to PWBD. റിസർവേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓരോ കാറ്റഗറിക്കുള്ള താഴെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. SC STക്ക്
5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഒ ബി സിക്ക് 3 വർഷത്തെയും, പി ഡബ്ല്യു ബി ഡി അൺറിസർവ്ഡ് ഇ ഡബ്ല്യു എസ് 10 ഇയേഴ്സ്, പി ഡബ്ല്യു ബി ഡി ഒ ബി സി 13 ഇയേഴ്സ്, പി ഡബ്ല്യു ബി ഡി എസ് സി എസ് ടി 15 ഇയേഴ്സ്. Ex-serviceman, Group A post, ex-serviceman and commissioned officer including ECOs, SCOs 5 years, Group B, C post, ex-serviceman 3 years after reduction of military. ഏജ് ലിമിറ്റിന്റെ കണ്ടീഷൻ, ഈ ലോന്റെ മറ്റു കണ്ടീഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ്, ഓരോ കാറ്റഗറിക്കുള്ള ഡിസബിലിറ്റീസിന്റെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് വായിച്ച് നോക്കുക.
education, qualification and experience. Scientist B category bachelor degree in engineering or technology from a recognized university or institution in environmental engineering 4 post, civil engineering 3 post, instrumentation engineering 2 post, chemical engineering 1 post, mechanical engineering 1 post, artificial intelligence 1 post, computer science 1 post, and information technology 1 post. Preferential master degree in engineering or technology. Or essential master degree in chemistry 3 post, environmental science 3 post, and microbiology 2 post from recognized university or institution. Preferential net qualified or PhD. Assistant law officer, bachelor degree in law from a recognized university or institution and should have 5 years experience as an officer of the state judicial service or should have 5 years of experience in the legal department of a state or should have a central government servant who has 5 years experience in legal affairs or should be a qualified legal practitioner who has practiced as such for 5 years. The advocacy period shall be computed with the legal advice period of required experience of 5 years. Senior technical supervisor possessing a bachelor degree in instrumentation engineering 1 post and instrumentation and electronics engineering 1 post with 3 years of experience in relevant field. Senior technical supervisor bachelor degree instrumentation engineering bachelor degree ഒരു പോസ്റ്റും instrumentation or electronics engineering ഒരു പോസ്റ്റും ഒഴിവുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് possessing master degree in science from a recognized university or institution with 2 years experience in relevant field, preferably in pollution control board and related subject in any organization or institution or repute. Technical supervisor degree in mechanical engineering 1 post, electronics engineering 1 post, instrumentation engineering 2 post, electrical engineering 1 post with 3 years of experience in relevant field. Assistant bachelor degree from a recognized university or institution shall pass the skill test or on computer in English typing 35 words per minute. 1500 key depression per hour. On an average of 5 key depressions for each word. Hindi typing 30 words per minute, 9000 key depression per hour. On an average of 5 key depressions for each word. Time allowed is 10 minutes. Accounts assistant essential bachelor's degree in commerce from a recognized university or institution with 3 years experience in accounts, audit, cash handling or any other related work in an organization or institution of repute. Junior translator master degree of a recognized university in Hindi with English as a compulsory or a key subject or as the medium of examination at the degree level, or master degree of recognized university in English or Hindi as a compulsory or elective subject or as the medium of examination at the degree level, or master degree of recognized university in any subject other than Hindi or English with the Hindi medium and Hindi English as a compulsory elective subject or as a medium of examination at the degree level, or
Master degree or recognized university in any subject other than Hindi or English with the English medium, and Hindi as a compulsory or a lucky subject or as the medium of examination at the degree level. Master degree of recognized university in any subject other than Hindi or English with Hindi and English as compulsory or elective, or either of two as a medium of examination and other as a compulsory elective subject at the degree level. Recognized diploma or certificate course in translation from Hindi to English and vice versa, or 2 years experience of translation work from Hindi to English and vice versa in central or state government, including Government of India undertaking. Senior draftsman, degree in civil engineering and 3 years experience in the line in an organization of repute. Junior technician, diploma in electrical engineering from recognized university, 1 year of relevant experience in servicing laboratory machine in an organization or institution of repute. Senior laboratory assistant, 12th standard passed in science from a recognized university or board institution with 3 years of experience in the relevant field, desirable degree in science from a recognized university or institution. Upper division clerk, degree of recognized university or equivalent, typing speed of 35 words per minute in English or 30 words per Hindi or 30 words per minute in Hindi only on computer. Time allowed 10 minutes. Data entry operator grade 2. Essential, 12th standard passed from recognized board or institution. A speed test less than 8,000 key impressions per hour for data entry work to be ascertained through speed test on computer. Stenographer grade 2 essential. The standard passed or equivalent from a recognized board. Skill test norms. Dictation 10 minutes and 80 words per minute. Transcription 50 minutes English or computer or 65 minutes Hindi or on computer. Where a candidate passes both in English and Hindi test, she will be given preference in selection as compared to another who passes with equal marks in one language only. Junior laboratory essential. 12th standard passed in science subject from a recognized board. Disabled degree in science from a recognized university or institution. Lower division clerk. 12th standard passed or equivalent qualification from a recognized board. Typing speed of 35 words per minute in English or 30 words per minute in Hindi on computer. Time allowed 10 minutes. Field assistant essential. 10th standard passed from recognized board result. 12th standard passed with science from a recognized board. Robust health and ability to swim. Multitasking staff. 10th standard passed from a recognized board or institution or certificate from industrial training institute in trade, electrical 1 post, mechanic 1 post, plumber 1 post. General instruction and essential information and clarifications.
fee. 2 years exam 750 exam fee plus rupees 250 for test session equal to total 1000. 1 hour examination 350 exam fee plus 150 for test session, total rupees 500. Applicants are advised to ensure before applying that they possess essential qualification and experience for the post. The experience and qualification and age will be reckoned as on the last date of submission application, that is 28/4/2025. Thanks for watching my channel. Thanks for watching my videos. എഡിനായ അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലിങ്കിൽ നിന്നും ആളും സെലക്ട് ചെയ്യുക.
ചാനൽ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമൻ്റായി രേഖപ്പെടുത്തുക. Thank you for watching my channel. Thank you for watching my videos. Thank you.